നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഓഗസ്റ്റ് 14 വ്യാഴം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനം കേരളം നമ്പർ 1. രാജ്യത്ത് ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമെന്ന നേട്ടവും കേരളത്തിന് സ്വന്തം. 14-നും 60-നും ഇടയിൽ പ്രായമുള്ള 99% പേരും ഡിജിറ്റൽ സാക്ഷരരായി. 90% ദേശീയ മാനദണ്ഡം. ഔദ്യോഗിക പ്രഖ്യാപനം 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഫിദൽ കാസ്ട്രോ ജന്മശതാബ്ദി കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൗഹൃദ മത്സരത്തിൽ സോളിഡാരിറ്റി ആൻഡ് ക്യാപ്റ്റൻ എം.എ. ബേബി അംബാസിഡർ ആൻഡ് ഗോൾ ശ്രമം തുടരുന്നു. രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ഗവർണർ നിയമത്തെ വെല്ലുവിളിക്കുകയാണോ? സ്ഥിരം VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാമെന്ന് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇന്ന് അറിയിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഗവർണറുടെ സെർച്ച് കമ്മിറ്റി കേവലം അധികാര തർക്കമല്ലെന്നും ഫെഡറൽ തത്വങ്ങൾ സംബന്ധിച്ച പ്രശ്നമാണെന്നും സർക്കാർ. ചില ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കില്ല. മന്ത്രി. 17 വോട്ടർമാരുടെ രക്ഷിതാവ് BJP നേതാവ്. അച്ഛൻ്റെ ഭർത്താവിൻ്റെ പേര് എന്ന കളത്തിൽ മറ്റുള്ളവർ എന്ന് രേഖപ്പെടുത്തി നൽകിയത് BJP നേതാവിൻ്റെ പേര്. കള്ളവോട്ട് ചേർക്കാൻ BJP അനുഭാവിയായ ഉദ്യോഗസ്ഥന് സഹായം. യെസ്, അല്ലേലും BJPക്കാർക്ക് ഇതാണല്ലോ, മറ്റുള്ളവരുടെ പിതൃത്വം ഏറ്റെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ഇതാണല്ലോ. ഇപ്പം അവരാണല്ലോ രാജ്യസ്നേഹികൾ. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് കൊള്ളയ്ക്ക് കൂടുതൽ തെളിവ്. നാട്ടിക അവണിശ്ശേരി 69-ാം ബൂത്തിൽ 17 വോട്ടർമാരുടെ രക്ഷാകർത്താവ് BJP നേതാവ്. പ്രാദേശിക BJP നേതാവായ CV അനിൽകുമാറിന്റെ പേരാണ് വോട്ടർമാരുടെ അച്ഛൻ്റെ ഭർത്താവിൻ്റെ പേരിനൊപ്പമുള്ളത്. ഒരു ബൂത്തിൽ 2 BJPക്കാർക്ക് 5 വോട്ട്. കുവൈത്തിൽ വിഷമദ്യ ദുരന്തം, 13 പ്രവാസികൾ മരിച്ചു. ട്രംപിനെ അനുനയിപ്പിക്കാൻ മോദി US-ലേക്ക്. അമേരിക്ക പ്രഖ്യാപിച്ച 50% പ്രതികാര ചുങ്കം ഒഴിവാക്കാൻ മോദി സർക്കാർ അനുനയ നീക്കങ്ങൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ അവസാനം അമേരിക്ക സന്ദർശിക്കും. മുണ്ടക്കൈ വായ്പ എഴുതിത്തള്ളൽ. കേന്ദ്രത്തിന് വീണ്ടും ഹൈക്കോടതിയുടെ അന്ത്യശാസനം. 10-ാം തീയതിക്കകം തീരുമാനിക്കണം. എന്തുകൊണ്ടാണ് ഇനിയും തീരുമാനം ആകാത്തതെന്ന് പ്രത്യേക ബെഞ്ചിന്റെ ചോദ്യം. കൗൺസിലറുടെ വീട്ടുവിലാസത്തിൽ BJP ഉപാധ്യക്ഷനടക്കം 5 പേർക്ക് വോട്ട്. എന്ത് ചെയ്യാന്? പിതൃത്വം ഏറ്റെടുക്കാൻ BJP കഴിവേറെ ആരുമില്ല. വ്യാജ വോട്ട് ചേർക്കാൻ പ്രഭാരിക്ക് പ്രത്യേക ചുമതല. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ക്രമക്കേട് നടത്താൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കി. മലപ്പുറത്തു നിന്നുള്ള സംസ്ഥാന നേതാവിന് ഇതിനുള്ള ചുമതല നൽകുകയായിരുന്നു. തൃശൂരിൽ പ്രഭാരിയായി എത്തി മാസങ്ങളോളം താമസിച്ചാണ് വോട്ട് ചേർക്കുന്ന പ്രവർത്തനം ഏകോപിപ്പിച്ചത്. തൃശൂർ നഗരത്തിലാണ് ഇതിന് കൂടുതൽ ശ്രദ്ധ നൽകിയത്. കള്ളവോട്ടിൽ മറുപടിയില്ലാതെ കള്ളൻ സുരേഷ് ഗോപി. തൃശ്ശൂരിലെ വ്യാജ വോട്ട് വിഷയത്തിൽ മറുപടിയില്ലാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കള്ളവോട്ടുകൾ പിടിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി തൃശ്ശൂരെത്തിയ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചുവെങ്കിലും ഒന്നും പ്രതികരിച്ചില്ല. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമാണ് സുരേഷ് ഗോപി പരിഹാസത്തോടെ പറഞ്ഞത്. വോട്ട് തിരിമറി പരിശോധിക്കണം. തൃശ്ശൂരിൽ പുറത്തു വന്നിട്ടുള്ള വോട്ട് തട്ടിപ്പുകൾ പരിശോധിക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി. VC നിയമനം ഗവർണർ അധികാരത്തിന് കിട്ടിയ പ്രഹരം.
സുപ്രീം കോടതി നിരീക്ഷണം സർക്കാർ നിലപാട് ശരിവയ്ക്കുന്നത്. വ്യാജവാർത്താ പ്രതികരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണമെന്ന് തെറ്റായ പ്രചാരണം. മാധ്യമ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കും. വ്യാജവാർത്ത നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സർക്കാരിനെതിരെ വികാരം സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങളെ തുറന്നുകാട്ടും. ചില ബിഷപ്പുമാർക്ക് സംഘപരിവാർ അജണ്ട മനസ്സിലാകുന്നില്ല. എം.വി. ഗോവിന്ദൻ. കടം കുറയുന്നതിൽ കേരളം മുന്നിൽ. രാജ്യത്ത് കടം കുറയുന്ന സംസ്ഥാനങ്ങളിൽ കേരളം മുന്നിലാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ദേശാഭിമാനി എഡിറ്റോറിയൽ. ജനാധിപത്യം കാക്കാൻ പാർലമെന്റിൽ പ്രതിപക്ഷ പോരാട്ടം. കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങൾക്കെതിരായി പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തോടെയുള്ള പ്രതിഷേധത്തിനും പോരാട്ടത്തിനുമാണ് 2 ആഴ്ച ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. തിങ്കളാഴ്ച 300-ലേറെ എം.പിമാർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചും പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രതിഫലനമായി. രാജ്യതലസ്ഥാനത്ത് ഇത്രയധികം എം.പിമാർ ഒന്നിച്ച് തെരുവിലിറങ്ങിയതും മാർച്ച് ചെയ്ത് നീങ്ങിയതും അത്യപൂർവ കാഴ്ചയായി. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ഡൽഹി പോലീസിനെ കേന്ദ്ര സേനകളെ വിന്യസിച്ച് എം.പിമാരുടെ മാർച്ചിനെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. പരമാവധി 30 എം.പിമാരെ മാത്രമേ കാണാൻ സാധിക്കൂവെന്ന ധിക്കാര നിലപാട് സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിൻ്റെ അടിച്ചമർത്തൽ നടപടിക്ക് ഒത്താശ ചെയ്തു. ജനാധിപത്യത്തിൽ നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിർണായക പങ്ക്. എന്നാൽ സമീപകാലത്തായി കമ്മീഷന്റെ പ്രവർത്തന രീതി പ്രതിപക്ഷ പാർട്ടികളിലും പൊതുസമൂഹത്തിലും വലിയ സംശയങ്ങൾ സൃഷ്ടിക്കും വിധമാണ്. ഭരണഘടനാ സ്ഥാപനമായ കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഏജൻസിയായി തരം താഴ്ന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പാർലമെന്റിലെ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഒപ്പം രാജ്യവ്യാപകമായ സമര പരിപാടികളിലേക്കും നീങ്ങും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ഉറപ്പുവരുത്താനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനുമാണ് പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായി ശ്രമിക്കുന്നത്. രാജ്യമെങ്ങും വലിയ ബഹുജന പ്രക്ഷോഭം ഇതിനായി ഉയർത്തേണ്ടതുണ്ട്. ബീഹാറിൽ യു.പിയിലെ വോട്ടർമാർ കൊള്ളാം. ഒറ്റ മണ്ഡലത്തിൽ 5000-ലേറെ വ്യാജ വോട്ടർമാർ കൊള്ളാം. എല്ലാവർക്കും 2 തിരിച്ചറിയൽ കാർഡ്. 1000-ഓളം പേർക്ക് ഒരേ പേര്. ഉത്തർപ്രദേശിലെ ആയിരക്കണക്കിന് വോട്ടർമാർ ബീഹാറിലെ ഒറ്റ മണ്ഡലത്തിലെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടേഴ്സിന്റെ കളക്റ്റീവിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. വാൽമീകി നഗർ മണ്ഡലത്തിൽ മാത്രം നടത്തിയ പരിശോധനയിലാണ് 5000-ലേറെ യു.പിക്കാർ ഉൾപ്പെട്ടതായി കണ്ടെത്തിയത്. എന്താ BJP? മറ്റൊരു വലിയ സംഭവമാണ് ഈ കാണുന്നത്. PhD ബിരുദ സർട്ടിഫിക്കറ്റ് തമിഴ്നാട് ഗവർണർ RN രവിയിൽ നിന്ന് ഏറ്റുവാങ്ങാതെ VC ഡോക്ടർ N ചന്ദ്രശേഖറിൽ നിന്ന് സ്വീകരിക്കുന്ന ഗവേഷക. ഗവർണറിൽ നിന്ന് PhD സ്വീകരിക്കാൻ വിസമ്മതിച്ച് വിദ്യാർത്ഥിനി. വെരി ഗുഡ്. തമിഴ്നാടിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗവർണർ RN രവിയിൽ നിന്ന് PhD സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ വിസമ്മതിച്ച് വിദ്യാർത്ഥിനി. മനോന്മണിയം സുന്ദരനാർ സർവകലാശാലയിലെ ജീൻ ജോസഫാണ് ഗവർണറിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാതെ വൈസ് ചാൻസലർ ചന്ദ്രശേഖറിൽ നിന്നും സ്വീകരിച്ചത്. RN രവി തമിഴ്നാട്ടിനും തമിഴർക്കും എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് വൈസ് ചാൻസലറിൽ നിന്നും PhD സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചതെന്നും ജീൻ പ്രതികരിച്ചു. DMK നേതാവ് M രാജൻ്റെ ഭാര്യയാണ് ജീൻ.